ആദ്യത്തെ ഗുരു ശിവനാണ്. ശിവനിൽ നിന്ന് പാർവതിക്കും, പാർവതിയിൽ നിന്ന് മുരുകനും, മുരുകനിൽ നിന്ന് അഗസ്ത്യ ഗുരുവിനും ലഭിച്ചു. അഗസ്ത്യ ഗുരുവിന് ലഭിച്ച വൈദ്യസമ്പത്ത് അത് ഇന്ന വൈദ്യം എന്ന് പറയാൻ പറ്റില്ല. പ്രാദേശികമായിട്ട് പല രീതിയിലായിരുന്നു അല്ലേ. അന്നത്തെ വൈദ്യശാസ്ത്രം ഇന്ന രീതി എന്ന് പറയാൻ ഒക്കില്ല, പല രീതിയിലായി. ഓരോ പ്രാദേശിക സ്ഥലത്തും ഗുരുക്കന്മാർ ഓരോ പേരുകൾ കൊടുത്താണ് അറിയപ്പെട്ടത്. ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ദ്രാവിഡ സംസ്കാരം വളരെയധികം കൊല്ലം നിലനിന്ന്, വളരെയധികം കൊല്ലം നിന്നു, വളരെയധികം ദ്രാവിഡ രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിട്ടുമുണ്ട്. അവസാനത്തെ രാജാക്കന്മാരെന്ന് പറയുന്നത് ചേര ചോള പാണ്ഡ്യന്മാരാണ്. അവരും ഒരുപാട് കൊല്ലം കഴിഞ്ഞ് ഭരിച്ച്. ഇതിനു മുമ്പ് മുപ്പൂരന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഭരിച്ചിരുന്നു, ആഫ്രിക്കക്കാർ. അവരവിടുത്തെ ശിവനാണ് വിരട്ടിവിട്ടത്. അവർ ഭയങ്കര ശക്തന്മാരാണ്. അങ്ങനെ കാലങ്ങൾ വളരെയധികം കഴിഞ്ഞു പോയി. വൈദ്യശാസ്ത്രവും പല പേരുകൾ അറിയപ്പെട്ടിരുന്നു. ഭാരതീയ വൈദ്യം എന്ന് വെച്ചാൽ ഏറ്റവും ഫലവത്തായ വൈദ്യശാസ്ത്രമാണ്. അപ്പോഴേ ഇനി ശിവപെരുമാൾ നമ്മ കേരളത്തിലാണ് നമുക്ക് ആവശ്യമല്ലേ. കേരളത്തിൽ ശിവപെരുമാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് അഗസ്ത്യ ഗുരുവും കുടുംബവും തെക്കേ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച്. എന്തിനാണ് വന്നത്? വൈദ്യം പഠിപ്പിക്കാനൊന്നുമല്ല വന്നത്, ശിവപാർവതിമാരുടെ കല്യാണത്തിന്. സിദ്ധന്മാരും ഗുരുക്കന്മാരും പണ്ഡിതന്മാരും എല്ലാം അവിടെ കൂടുമ്പോൾ ഭൂമിയുടെ നില വ്യത്യാസപ്പെട്ടു. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഗുരുവിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. ഗുരു ആദ്യമായിട്ട് വന്നത് അനന്തശയനം തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നെത്തിയത്. അനന്തംകാട്ടിൽ അവിടെ താമസിച്ചിട്ട് ഗുരുവും കുടുംബവും തെക്കോട്ട് പാരായണം ചെയ്തു. അങ്ങനെ മരുത്വമല, വേളിമല, കന്യാകുമാരി ഈ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അവിടെ അനവധി ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ടാകുകയും ചെയ്തു. അതിൽ കൂടുതലും ഒരേ സമുദായക്കാരാണെന്നാണ് എൻ്റെ അറിവ് ചരിത്രരേഖകളിൽ അറിയപ്പെട്ടത്. നാടാക്കന്മാർ എന്ന് പറയുന്നവരാണ് ഗുരുവിൻ്റെ പ്രധാന ശിഷ്യഗണങ്ങൾ. അന്ന് ഗുരുവിൻ്റെ ശിഷ്യന്മാരായ കാട്ടുക്കട ആശാന്മാർ കേട്ടിട്ടുണ്ടോ? കാട്ടുക്കട ആശാന്മാർ, മേക്കോട്ട് ആശാന്മാർ, തെങ്ങുംകുഴി ആശാന്മാർ, കിടാരക്കുഴി ആശാന്മാർ, ഇതെല്ലാം ഒരു സമുദായക്കാരാണ്. അങ്ങനെ ഗുരുവിനോടൊപ്പം അവർ വളരെ കാലം അനന്തപുരത്ത് താമസിച്ചിരുന്നു. അതിൻ്റെ സിംറ്റംസുകളായിട്ട് ആ സമുദായത്തിൽപ്പെട്ടവർ വളരെയധികം തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ കൊണ്ടുവരാൻ വന്നു. വൈദ്യരിൽ കൂടുതലും ആ സമുദായക്കാർ തന്നെ, പാരമ്പര്യ വൈദ്യന്മാരിലും മർമ്മ വൈദ്യന്മാരിലും. അക്കാലത്ത് അഗസ്ത്യ ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമായിട്ട് ഒരു ചികിത്സാ രീതി ഉണ്ടായിക്കൊടുത്തു, അദ്ദേഹത്തിൻ്റെ സ്വന്തം ശിഷ്യന്മാർക്ക്. അതാണ് മർമ്മ ചികിത്സയും സിദ്ധാർമണിയും. മർമ്മ ചികിത്സ എന്ന് വെച്ചാൽ ശരീരശാസ്ത്രം, അതിൻ്റെ രോഗചികിത്സയാണ് ചിന്താർമണി എന്ന് പറയുന്നത്. ചിന്താർമണി ചിന്താർമണി എന്ന് പറയുന്നത് നമ്മളെ വൈദ്യം തന്നെ അത്. അങ്ങനെ കുറേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ശിക്ഷയിടങ്ങളും ഒത്ത് അഗസ്ത്യാർകൂടത്ത് പോയി റിസർച്ച് ചെയ്ത് ഗുരു. അവിടെ അന്ന് പട്ടണപ്രദേശം പോലെയാണ്. അവിടെ ചെന്ന് റിസർച്ച് ചെയ്ത് എണ്ണക്കുരുക്കൾ സംഭരിച്ച് പാത്രങ്ങൾ, പാറയിൽ തന്നെ പച്ചമരുന്നുകളുടെ സഹായത്തോടെ പാത്രങ്ങളും അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ടായി റിസർച്ച് ചെയ്ത് എല്ലാം ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത്. അങ്ങനെ ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. ഇത് ഏത് കാലഘട്ടമായിരിക്കും? കാലഘട്ടം സംഘകാലത്തിന് മുമ്പ്, 8ാം നൂറ്റാണ്ട് എന്നെനിക്ക് പറയാം. സംഘകാലം എപ്പോഴും 8ാം നൂറ്റാണ്ട്. 8ാം നൂറ്റാണ്ടാണോ? അത് തീരുവ മറ്റുമാണ്. 8 പറയുമ്പോൾ
ശങ്കരന് ശേഷം അത് ഇല്ലാന്നുണ്ട്. അതെ, അത് സാരമില്ല, എന്താ പറയാ, അതായത് എടിയും ബിസിയും തിരിക്കുന്നത് സംഘകാലമാണ്. സംഘകാലം ഉണ്ടായത് എങ്ങനെയെന്ന് അറിയാമോ? അത് ഞാൻ എൻ്റെ മോണിട്ടെത്തിരിക്കുന്നത് അത് തന്നെ. ആദ്യത്തെ ഗുരു ശിവനാണ്. ശിവനിൽ നിന്ന് പാർവതിക്കും, പാർവതിയിൽ നിന്ന് മുരുകനും, മുരുകനിൽ നിന്ന് അഗസ്ത്യ ഗുരുവിനും ലഭിച്ചു. അഗസ്ത്യ ഗുരുവിന് ലഭിച്ച വൈദ്യസമ്പത്ത് അത് ഇന്ന വൈദ്യമെന്ന് പറയാൻ പറ്റില്ല. പ്രാദേശികമായിട്ട് പല രീതിയിലായിരുന്നു അല്ലേ? അന്നത്തെ വൈദ്യശാസ്ത്രം ഇന്ന രീതി എന്ന് പറയാൻ ഒക്കില്ല, പല രീതിയിലായി. ഓരോ പ്രാദേശിക സ്ഥലത്തും ഗുരുക്കന്മാർ ഓരോ പേരുകൾ കൊടുത്താണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ദ്രാവിഡ സംസ്കാരം വളരെയധികം കൊല്ലം നിലനിന്ന്, വളരെയധികം കൊല്ലം നിന്നു, വളരെയധികം ദ്രാവിഡ രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിട്ടുമുണ്ട്. അവസാനത്തെ രാജാക്കന്മാരെന്ന് പറയുന്നത് ചേര ചോള പാണ്ഡ്യന്മാരാണ്. അവരും ഒരുപാട് കൊല്ലം കഴിഞ്ഞ് ഭരിച്ച്. ഇതിനു മുമ്പ് മുപ്പൂരന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഭരിച്ചിരുന്നു, ആഫ്രിക്കക്കാർ. അവരവിടുത്തെ ശിവനാണ് വിരട്ടിവിട്ടത്. അവർ ഭയങ്കര ശക്തന്മാരാണ്. അങ്ങനെ കാലങ്ങൾ വളരെയധികം കഴിഞ്ഞു പോയി. വൈദ്യശാസ്ത്രവും പല പേരുകൾ അറിയപ്പെട്ടിരുന്നു. ഭാരതീയ വൈദ്യം എന്ന് വെച്ചാൽ ഏറ്റവും ഫലവത്തായ വൈദ്യശാസ്ത്രമാണ്. അപ്പോഴേ ഇനി ശിവപെരുമാൾ നമ്മ കേരളത്തിലാണ് നമുക്ക് ആവശ്യമല്ലേ? കേരളത്തിൽ ശിവപെരുമാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് അഗസ്ത്യ ഗുരുവും കുടുംബവും തെക്കേ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. എന്തിനാണ് വന്നത്? വൈദ്യം പഠിപ്പിക്കാനൊന്നുമല്ല വന്നത്, ശിവപാർവതിമാരുടെ കല്യാണത്തിന്. സിദ്ധന്മാരും ഗുരുക്കന്മാരും പണ്ഡിതന്മാരും എല്ലാം അവിടെ കൂടുമ്പോൾ ഭൂമിയുടെ നില വ്യത്യാസപ്പെട്ടു. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഗുരുവിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. ഗുരു ആദ്യമായിട്ട് വന്നത് അനന്തശയനം തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നെത്തിയത്. അനന്തംകാട്ടിൽ അവിടെ താമസിച്ചിട്ട് ഗുരുവും കുടുംബവും തെക്കോട്ട് പാരായണം ചെയ്തു. അങ്ങനെ മരുത്വമല, വേളിമല, കന്യാകുമാരി ഈ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അവിടെ അനവധി ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ടാകുകയും ചെയ്തു. അതിൽ കൂടുതലും ഒരേ സമുദായക്കാരാണെന്നാണ് എൻ്റെ അറിവ് ചരിത്രരേഖകളിൽ അറിയപ്പെട്ടത്. നാടാക്കന്മാർ എന്ന് പറയുന്നവരാണ് ഗുരുവിൻ്റെ പ്രധാന ശിഷ്യഗണങ്ങൾ. അന്ന് ഗുരുവിൻ്റെ ശിഷ്യന്മാരായ കാട്ടുക്കട ആശാന്മാർ കേട്ടിട്ടുണ്ടോ? കാട്ടുക്കട ആശാന്മാർ, മേക്കോട്ട് ആശാന്മാർ, തെങ്ങുംകുഴി ആശാന്മാർ, കിടാരക്കുഴി ആശാന്മാർ, ഇതെല്ലാം ഒരു സമുദായക്കാരാണ്. അങ്ങനെ ഗുരുവിനോടൊപ്പം അവർ വളരെ കാലം അനന്തപുരത്ത് താമസിച്ചിരുന്നു. അതിൻ്റെ സിംറ്റംസുകളായിട്ട് ആ സമുദായത്തിൽപ്പെട്ടവർ വളരെയധികം തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വൈദ്യരിൽ കൂടുതലും ആ സമുദായക്കാർ തന്നെ, പാരമ്പര്യ വൈദ്യന്മാരിലും മർമ്മ വൈദ്യന്മാരിലും. അക്കാലത്ത് അഗസ്ത്യ ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമായിട്ട് ഒരു ചികിത്സാ രീതി ഉണ്ടായിക്കൊടുത്തു, അദ്ദേഹത്തിൻ്റെ സ്വന്തം ശിഷ്യന്മാർക്ക്. അതാണ് മർമ്മ ചികിത്സയും സിദ്ധാർമണിയും. മർമ്മ ചികിത്സ എന്ന് വെച്ചാൽ ശരീരശാസ്ത്രം,
അതിൻ്റെ രോഗചികിത്സയാണ് ചിന്താർമണി എന്ന് പറയുന്നത്. ചിന്താർമണി ചിന്താർമണി എന്ന് പറയുന്നത് നമ്മളെ വൈദ്യം തന്നെ അത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ശിക്ഷയിടങ്ങളും ഒത്ത് അഗസ്ത്യാർകൂടത്ത് പോയി റിസർച്ച് ചെയ്ത് വരും. അവിടെ അന്ന് പട്ടണപ്രദേശം പോലെയാണ്. അവിടെ ചെന്ന് റിസർച്ച് ചെയ്ത് എണ്ണക്കുരുക്കൾ സംഭരിച്ച് പാറയിൽ തന്നെ പച്ചമരുന്നുകളുടെ സഹായത്തോടെ പാത്രങ്ങളും അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ടായി റിസർച്ച് ചെയ്ത് എല്ലാം ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. ഇത് ഏത് കാലഘട്ടമായിരിക്കും? കാലഘട്ടം സംഘകാലത്തിന് മുമ്പ്, 8-ാം നൂറ്റാണ്ട് പറയാം. ഇന്നെനിക്ക് പറയാം സംഘകാലം എപ്പോഴും AD 8-ാം നൂറ്റാണ്ട് കൂടി. 8-ാം നൂറ്റാണ്ടാണോ? അത് തീരുക മറ്റുമാണ്. AD 8 എന്ന് പറയുമ്പോൾ ശങ്കരന് ശേഷം അത് ഇല്ലാന്ന് തോന്നുന്നു. അതെ, അത് സാരമില്ല, പറയാം. അതായത് AD യും BC യും തിരിക്കുന്നത് സംഘകാലമാണ്. സംഘകാലം ഉണ്ടായത് എങ്ങനെയെന്ന് അറിയാമോ? അത് ഞാൻ എൻ്റെ മോണിട്ടെത്തിക്കുന്നത്